الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ജാമിഅ അൽ ഫൗസാൻ അറബിക് കോളേജിന്റെ കർമ്മോത്സുകരായ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ആലിമീങ്ങളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവാധിരാജനായ കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സകല തെറ്റുകളും സർവാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതിനോടൊപ്പം ശിഷ്ടകാലം പടച്ചവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ച് അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ മരണപ്പെടാൻ അല്ലാഹു നാം ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇന്ന് നിലകൊള്ളുന്നത് ജാമിഅ അൽ ഫൗസാൻ അറബിക് കോളേജിന്റെ കീഴിൽ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ഞായറാഴ്ച അൽ ഫൗസാൻ അറബിക് കോളേജിന്റെ തിരുമുറ്റത്ത് വളരെ ഭംഗിയായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെയും ദുആയുടെയും നസീഹത്തിന്റെയും ഒക്കെ മജ്ലിസിലാണ്. ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യമല്ലായിരുന്നെങ്കിൽ ഈ ഒരു അവസരത്തിൽ അൽ ഫൗസാന്റെ തിരുമുറ്റത്ത് ആലിമീങ്ങളുടെ സമക്ഷത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ സാന്നിധ്യത്തിൽ വളരെ ഭംഗിയായി നടത്തപ്പെടേണ്ട മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അതിനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു മഹാമാരിയിൽ നിന്ന് അല്ലാഹു നമ്മളെയും ലോക ജനതയെയും അല്ലാഹു പരിപൂർണമായി സംരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പവിത്രതയുള്ള
ഒരു മാസത്തിലാണ് നമ്മളൊക്കെയും നിലകൊള്ളുന്നത്. ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നമുക്കൊന്നും പരിചയമില്ലാത്ത നിലയിൽ വളരെ ഭംഗിയായി ചടങ്ങുകളൊക്കെ ആ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലുമൊക്കെ വളരെ ചുരുങ്ങിയ പരിമിതമായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നടത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഹബീബിന്റെ ജന്മദിനത്തിൽ, ആ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ നമ്മളൊക്കെ വളരെയധികം സന്തോഷിക്കേണ്ടവരാണ്. ആ സന്തോഷത്തിന് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഉന്നതമായ പ്രതിഫലം നമുക്ക് ലഭിക്കാനത് വലിയൊരു കാരണമാവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാനും ആ നബിയെ സ്വീകരിക്കാനും കഴിഞ്ഞതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹവും നമുക്ക് ഈ ദുനിയാവിൽ ലഭിക്കാനില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയാണ് നാം അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ആ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് നമ്മൾ പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെയിരിക്കെ ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കാതെ വേറെ ആരെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയധികം സ്നേഹിക്കാനും ഇത്രയധികം എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെയും വളരെ സുന്ദരമായി ജന്മദിനം ആഘോഷിക്കേണ്ടതും വേറെ ആരുടെ ജന്മദിനമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്ന, ആ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി നമ്മുടെ സമയങ്ങൾ വളരെ പരിമിതമാണ്. ആ പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്വലാത്തും ദുആയും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ആ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷവും നമ്മിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവിടുത്തെ ബർസഖി ജീവിതത്തിലിരുന്നു കൊണ്ട് നമ്മെ ഓർക്കുകയും നന്മയ്ക്കായി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണവർ. ബക്കർ ബിൻ അബ്ദുല്ലാഹിൽ മുസലി റഹ്മത്തുള്ളാഹി അലൈഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാതി ഖൈറുൽ ലക്കും വഇദാ മിത്തു കാനത് വഫാതി ഖൈറുൽ ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും ഫഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ് ഫഇദാ വജദ്തു ശർറൻ ഇസ്തഗ്ഫർതു ലക്കും. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. ഒരുപക്ഷേ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ആ മരണവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നന്മയാണ് എങ്കിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളിൽ നിന്നും ഞാൻ എത്തിക്കപ്പെടുന്നത്, എന്റെ മുന്നിൽ വെളിവാക്കപ്പെടുന്നത് ശർറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർസഖ് ജീവിതത്തിലും നമ്മളെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഖൈറിനായി നിലകൊള്ളുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനെ, എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറെ ആരെയാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കാനും ആദരിക്കേണ്ട വിധം ആദരിക്കാനും ആ ഹബീബിന്റെ തിരുശരീയെ നമ്മുടെ ജീവിതത്തിന്റെ
ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി പിൻപറ്റാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുകയും ഈ ലോകത്തും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ച് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അൽ ഫൗസാൻ അറബി കോളേജിനെ സഹായിക്കുന്നവർ, അവിടുത്തെ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവർ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർ, അങ്ങനെ അതിനകത്തും പുറത്തുമുള്ള ഒരുപാട് അതിന്റെ ഹൃദയകാംക്ഷികളുമൊക്കെ ഒരുപാട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇലാ ഹളറത്ത് റൂഹി നബിയിനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്ത് അഹ്ലിൽ ഖൈർ കുല്ലിഹിം അജ്മഈൻ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أنزله المقعد المقرب عندك يوم القيامة. أوصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا بالفضل والإحسان مقبولة منا أولا إلى حضرة روح نبينا ومصطفانا ومنجينا وهادينا محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي المنام مصافحته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا عدا تحت ظل لوائه المعقود وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين. اللهم وإلى حضرات من ماتوا منا يا رب العالمين. اللهم اغفر لنا واغفر لهم يا غافر المذنبين. اللهم ارحمنا وارحمهم يا راحم المساكين. اللهم اجمع بيننا وبينهم في دار السلام وفي دار الأمان وفي دار جناتك الفردوس مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين
അർഹമർ റഹീമായ അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും പൊറുക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂടെ പിറപ്പുകൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഞങ്ങളെ സഹായിക്കുന്നവർ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ വന്ന സകല തെറ്റുകളും നീ പൊറുക്കണേ അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. നിന്റെ സ്വർഗീയ അവകാശികളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ കുടുംബങ്ങളിലും എല്ലാവിധമായ ഖൈർ ബറകാത്തുകൾ നസീബാക്കണേ അല്ലാഹ്. കുടുംബജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ പലവിധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എന്ത് രോഗമാണെങ്കിലും അതിന്റെ തീവ്രത അറിയുന്നവൻ നീയാണ് റബ്ബേ. ശമനം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകൾ സകലതും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അൽ ഫൗസാൻ അറബിക് കോളേജിനെ സ്നേഹിക്കുന്നവര്, അതിനെ സഹായിക്കുന്നവര്, അല്ലാഹുവേ, ഒരു രൂപ കൊണ്ടെങ്കിലും, അല്ലാഹുവേ, ഒരു പ്രവർത്തനം കൊണ്ടെങ്കിലും ആ അൽ ഫൗസാനെ നെഞ്ചോട് ചേർക്കുന്നവര്, അല്ലാഹുവേ, നീ ഫായിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അവരാരെയും നീ പരാജിതരിൽ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അൽ ഫൗസാന് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട് റഹ്മാനേ. പ്രിയപ്പെട്ട ഉസ്താദുമാര് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ലോക വിജയികളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളറിയാതെ ഞങ്ങളിലേക്ക് മാരകമായ എന്തെങ്കിലും രോഗത്തിന്റെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അതിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഉറ്റവര് പോലും മയ്യത്ത് നമസ്കരിക്കാൻ പോലും മടിയോടെ മാറി നിൽക്കുന്ന, ജനാസയെ പരിചരിക്കാൻ പോലും കൂട്ടാക്കാതെ വെറുപ്പോടെ മാറി നിൽക്കുന്ന മാരകമായ രോഗങ്ങൾ ഞങ്ങളിലേക്ക് നീ തരല്ലേ അല്ലാഹ്. ആകസ്മികമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങളെ നോക്കിയിട്ട് അത്ഭുതത്തോടെ ജനങ്ങൾ പറയുന്നൊരവസ്ഥയിലേക്ക് ഈ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മാറ്റല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എത്ര കാലം ഈ ദുനിയാവിൽ ജീവിച്ചാലും ഞങ്ങളുടെ ഈ ശരീരം മറ്റൊരാൾക്ക് ഭാരമാക്കി നീ മാറ്റല്ലേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ അഹലുകാർക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരേതൊക്കെ പള്ളിയുടെ ചാരെ, ഏതൊക്കെ നാടുകളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ അവരൊക്കെ ഖബറുകളിൽ കഴിയുന്നവരാണെങ്കിൽ നിനക്കറിയാം റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സ്വർഗീയ അവകാശികളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ വേറെ ആരുമില്ല റബ്ബേ. ഞങ്ങളെ ആരെയും നീ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരാളോട്
റൂഹെങ്കിലുമുള്ള ബാധ്യതകൾ നിൽക്കെ ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങളുടെ റൂഹകളെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ മറ്റൊരു സൃഷ്ടികളുടെയും മുന്നിലേക്ക് ഉയർത്താൻ നീ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഹലാലായ മാർഗത്തിലൂടെ ഞങ്ങളിലേക്ക് നീ തരണേ അല്ലാ. ജീവിതം മുഴുവനും തഖ്വയിൽ അധിഷ്ഠിതമായി ഇഖ്ലാസോടെ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ അല്ലാ. അൽ ഫൗസാനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, അതിന്റെ പ്രവർത്തകരെ നീ ഖബൂലാക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ എല്ലാവിധമായ ഐശ്വര്യവും നൽകണേ അല്ലാ. അവിടുത്തെ മുതഅല്ലിമീങ്ങളെ നീ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ ആലിമീങ്ങളിലും ഉൾപ്പെടുത്തണം റഹ്മാനേ. അവരുടെയൊക്കെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഞങ്ങളുടെ ഇണകൾ, അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, അവർക്കൊക്കെ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. പൂർണ്ണമായി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണം റഹ്മാനേ. ഈ മജ്‌ലിസിന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ പരിശുദ്ധമായ റബീഉന്റെ സുന്ദരമായ ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. ആമീനുകളെ സ്വീകരിക്കണേ അല്ലാ. ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ, ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇജാബത്തിന്റെ പ്രാർത്ഥനയാക്കണേ അല്ലാ. اللهم لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.